നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം ഈ ദിനത്തിലെ 100 വാർത്തകൾ വളരെ വേഗം. ആദ്യം പ്രധാന വാർത്തകൾ. പോലീസ് അതിക്രമങ്ങളിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ സമരം പ്രഖ്യാപിച്ച പ്രതിപക്ഷം. സഭാ കവാടത്തിൽ 2 MLA-മാർ അനിശ്ചിതകാല സത്യഗ്രഹത്തിൽ. ഉപക്ഷേപ ചർച്ചയിൽ പോലീസ് മർദ്ദനങ്ങൾ എണ്ണിപ്പറഞ്ഞും മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ചും VD സതീശൻ. മുൻകാലങ്ങളിലെ പോലീസ് വേട്ടയും പോലീസുകാരെ പിരിച്ചുവിട്ടതിന്റെ കണക്കു നിരത്തി മുഖ്യമന്ത്രിയുടെ പ്രതിരോധം. പീച്ചി പോലീസ് സ്റ്റേഷൻ മർദ്ദനത്തിൽ SHO PM രതീഷിന് സസ്പെൻഷൻ. നടപടി ദക്ഷിണ മേഖല IG-യുടേത്. പോലീസുകാരുടെ തല അടിച്ചു പൊട്ടിക്കുമെന്ന് കോഴിക്കോട്ടെ KSU നേതാവിന്റെ ഭീഷണി പ്രസംഗത്തിൽ നടക്കാവ് പോലീസ് കേസെടുത്തു. കൊല്ലം നെടുമ്പനയിൽ CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സജീവന് പോലീസ് മർദ്ദനമേറ്റ സംഭവത്തിൽ മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് ആരോപണം. മുഖ്യമന്ത്രി സഭയിൽ സൂചിപ്പിച്ച FIR മറ്റൊരു കേസിന്റേതാണെന്ന് കോൺഗ്രസ് ജില്ലാ നേതൃത്വം. കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഹൈക്കോടതിയിൽ ഹർജി. തൃശൂർ കുന്നംകുളത്ത് പോലീസ് മർദ്ദനത്തിനിരയായ സുജിത് VS അടക്കമാണ് ഹർജി നൽകിയത്. വിഷയത്തിൽ സർക്കാർ 3 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ആലപ്പുഴ DYSP MR മധുബാബുവിന് സംസ്ഥാന പോലീസ് മേധാവിയുടെ പ്രശംസാപത്രം. കുറുവ സംഘത്തെ പിടികൂടി കേരളത്തിലെത്തിക്കാൻ പ്രവർത്തിച്ചതിനാണ് പ്രശംസ. സംഘത്തിലെ 18 പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് അംഗീകാരം ലഭിച്ചത്. അക്രമികളായ പോലീസുകാർക്ക് മുഖ്യമന്ത്രി മാനസിക പിന്തുണ നൽകുന്നുവെന്ന് ഷാഫി പറമ്പിൽ MP. എല്ലാം ഒറ്റപ്പെട്ട സംഭവം എന്ന മറുപടിയിൽ ഒതുക്കുകയാണ് മുഖ്യമന്ത്രി. പോലീസിലെ ഗുണ്ടകളെയും പുറത്തെ ഗുണ്ടകളെയും മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നുവെന്നും വിമർശനം. കാസർഗോഡ് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ AEOയ്ക്ക് സസ്പെൻഷൻ. നടപടി ബേക്കൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സനുദിനെതിരെ. ഉത്തരവിറക്കിയത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ. കേസിൽ 18 പ്രതികൾ. സൈബർ ആക്രമണങ്ങളിൽ പ്രതികരിച്ച് പ്രൊഫസർ M ലീലാവതി. എതിർപ്പുകളോട് വിരോധമില്ല. ലോകത്തിലെ എല്ലാ കുട്ടികളെയും കാണുന്നത് ഒരുപോലെ. സൈബർ ആക്രമണമുണ്ടായത് ഗസയിലെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എങ്ങനെ ചോർ ഇറങ്ങുമെന്ന പരാമർശത്തിന് പിന്നാലെ. തൈറോയ്ഡ് ശസ്ത്രക്രിയയ്ക്കിടെ യുവതിയുടെ ശരീരത്തിൽ ഗൈഡ് വയർ കുടുങ്ങിയെന്ന 24 വാർത്ത നിയമസഭയിൽ. അന്വേഷണത്തിന് വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തിയെന്ന് ആരോഗ്യമന്ത്രി. യുവതിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്ന റിപ്പോർട്ട് കിട്ടിയെന്ന് മന്ത്രി വീണ ജോർജ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ യുവനടിയുടെ മൊഴിയിൽ കേസെടുക്കില്ല. നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ താൽപര്യമില്ലെന്ന് നടി. രാഹുലിനെതിരായ മറ്റ് കേസുകളിൽ സാക്ഷിയാക്കാൻ ക്രൈംബ്രാഞ്ചിന്റെ നീക്കം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് സഭയിൽ എത്തിയില്ല. വിവാദം സഭയിൽ ഉയർത്തി KT ജലീലും പരോക്ഷമായി പരാമർശിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജും. പാലിയക്കരയിലെ ടോൾ വിലക്ക് തുടരും. പണം പിരിക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള ഇടക്കാല ഉത്തരവ് വ്യാഴാഴ്ച വരെ നീട്ടി. ജനങ്ങളെ പരീക്ഷിക്കരുത് എന്ന് ഹൈക്കോടതി. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പരാതികൾ ഹർജിക്കാർക്ക് ജില്ലാ കലക്ടറെ അറിയിക്കാം. B. അശോകിന്റെ സ്ഥാനമാറ്റത്തിൽ സംസ്ഥാന സർക്കാരിന് വീണ്ടും തിരിച്ചടി. പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ വകുപ്പിലേക്ക് മാറ്റിയ ഉത്തരവ് സ്റ്റേ ചെയ്ത് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. നടപടി പുതിയ നിയമനം കോടതി ലക്ഷ്യമെന്ന് ചൂണ്ടിക്കാട്ടി B. അശോക് നൽകിയ ഹർജിയിൽ. തിരുവനന്തപുരം കിളിമാനൂർ SHO B. ജയനെതിരെ DGPക്ക് പരാതി. കാറിടിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതികളെ സംരക്ഷിക്കുന്നുവെന്നാണ് ആക്ഷേപം. പണം വാങ്ങി കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചെന്നും പരാതിയിൽ പറയുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സംസ്കരിക്കാതെ സൂക്ഷിച്ചിരിക്കുന്നത് തിരിച്ചറിയാൻ കഴിയാത്ത 17 മൃതദേഹം സൂക്ഷിക്കാൻ നേരിടുന്നത് വലിയ അസൗകര്യമെന്ന് അധികൃതർ. ഒരു ഫ്രീസർ തകരാറിലായതായും വിവരം. കോഴിക്കോട് വടകര വില്യാപ്പള്ളിയിൽ RJD പ്രാദേശിക നേതാവിന് വെട്ടേറ്റ സംഭവത്തിൽ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. RJD വില്യാപ്പള്ളി പഞ്ചായത്ത് ജോയിന്റ് സെക്രട്ടറി MTK സുരേഷിനെയാണ് വെട്ടി പരിക്കേൽപ്പിച്ചത്. സുരേഷിനെ പ്രതി മർദ്ദിക്കുന്നതും കയ്യിൽ കരുതിയ വടിവാൾ കൊണ്ട് വെട്ടുന്നതും ദൃശ്യങ്ങളിൽ കാണാം. മലപ്പുറം എടവണ്ണയിൽ വൻ ആയുധവേട്ട. 20 എയർ ഗണ്ണുകളും 3 റൈഫിളുകളും വീട്ടിൽ നിന്ന് കണ്ടെത്തി. 200-ലധികം വെടിയുണ്ടകളും 40 പെല്ലറ്റ് ബോക്സും കണ്ടെത്തി. എടവണ്ണയിലെ വീട്ടിൽ പോലീസ് നടത്തിയ തെരച്ചിലിലാണ് വൻ ആയുധശേഖരം പിടിച്ചെടുത്തത്. വീട്ടുടമസ്ഥൻ ഉണ്ണിക്കമ്മദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം നിലമേലിലെ സ്കൂൾ ബസ് അപകടത്തിൽ സ്കൂൾ അധികൃതരെ വിളിച്ചുവരുത്തി വിശദീകരണം തേടി മോട്ടോർ വാഹന വകുപ്പ്. ബസിന്റെ ഫിറ്റ്നസ് റദ്ദാക്കിയെന്നും ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തെന്നും കൊട്ടാരക്കര എൻഫോഴ്സ്മെന്റ് വിഭാഗം RTO ദില്ലു AK 24-നോട് പറഞ്ഞു. രാജ്യവ്യാപക വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. വോട്ടുകൾ പലയിടത്തു നിന്നും കൊണ്ടുവന്ന് ഒരിടത്ത് ചേർക്കുകയാണ്. RSS ആണ് ഇതിന് പിന്നിൽ. വിഷയം
പരിശോധിക്കേണ്ട കമ്മീഷൻ ഇത് ചെയ്യുന്നില്ല എന്നും എ വിജയരാഘവന്റെ കുറ്റപ്പെടുത്തൽ. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കില്ല. കേസെടുക്കാനുള്ള തെളിവുകളോ രേഖകളോ ഇല്ലെന്ന് പോലീസ്. പരാതി നൽകിയ കോൺഗ്രസ് നേതാവ് TN പ്രതാപിനെ ഇക്കാര്യം പോലീസ് അറിയിച്ചു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസം നിശ്ചയിച്ച പ്രകാരം പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 402 കുടുംബങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ദുരിതാശ്വാസ നിധിയിൽ ലഭിച്ച തുക യഥാസമയം വിനിയോഗിച്ചിട്ടില്ല എന്ന ആക്ഷേപം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ. കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നറിയിപ്പുമായി NM വിജയന്റെ മരുമകൾ പത്മജ. സെപ്റ്റംബർ 30-നകം പണയത്തിലായ ആധാരം എടുത്തു നൽകണം. ബത്തേരി ഏർബൻ ബാങ്കിലെ വീടും പറമ്പും പണയം വെച്ച ആധാരമാണ് എടുത്തു നൽകേണ്ടത്. ഇതിന് തയ്യാറായില്ലെങ്കിൽ ഒക്ടോബർ 2 മുതൽ DCC ഓഫീസിന് മുന്നിൽ സമരം തുടങ്ങുമെന്നും പത്മജ. ശബരിമലയിലെ പഞ്ചലോക വിഗ്രഹത്തിന്റെ പേരിലെ പണപ്പിരിവിൽ അന്വേഷണം 4 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി. പമ്പ പോലീസിനാണ് നിർദ്ദേശം. പഞ്ചലോഹ വിഗ്രഹ നിർമ്മാണത്തിനായി അനധികൃത സ്വകാര്യ വ്യക്തി പണപ്പിരിവ് നടത്തിയെന്നായിരുന്നു സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട്. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം. പാലക്കാട് സ്വദേശിയായ യുവാവിനാണ് രോഗം സ്ഥിരീകരിച്ചത്. മസ്തിഷ്ക ജ്വരം ബാധിച്ചുള്ള മരണനിരക്ക് കുറയ്ക്കാൻ കഴിയുന്നുണ്ടെന്ന് മന്ത്രി വീണ ജോർജ്. വഖഫ് വിഷയത്തിലെ സുപ്രീം കോടതി നിലപാട് കേന്ദ്ര സർക്കാർ നിലപാടിനുള്ള അംഗീകാരമെന്ന് BJP നേതാവ് ഷോൺ ജോർജ്. മുനമ്പം ജനതയ്ക്ക് BJP കൊടുത്ത വാക്ക് പാലിച്ചു. കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് തിരിച്ചടിയാണ് സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവെന്നും ഷോൺ ജോർജ്. സെക്രട്ടേറിയറ്റിൽ വീണ്ടും ബോംബ് ഭീഷണി. പ്രോട്ടോകോൾ ഓഫീസർക്കാണ് ഇമെയിൽ വഴി സന്ദേശം ലഭിച്ചത്. പാലക്കാട് കൽപ്പാത്തിയിൽ വെടിയുണ്ടകളുമായി സഹോദരങ്ങളടക്കം 4 പേർ അറസ്റ്റിൽ. വാഹന പരിശോധനയ്ക്കിടെയാണ് ഇവരെ പിടികൂടിയത്. വേട്ടയ്ക്ക് വേണ്ടി മലപ്പുറത്തു നിന്നും വെടിയുണ്ടകൾ വാങ്ങിയെന്നാണ് മൊഴി. എറണാകുളം മൂവാറ്റുപുഴയിൽ ലഹരി മാഫിയ വ്യാപാര സ്ഥാപനത്തിന് തീയിട്ടു. കടയും വാഹനവും കത്തി നശിച്ച നിലയിൽ. പ്രദേശത്തെ ലഹരി സംഘത്തിനെതിരെ ഷാഹുൽ നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിലുള്ള വൈരാഗ്യം ആക്രമണത്തിന് കാരണമെന്നാണ് നിഗമനം. തിരുവനന്തപുരം പാലോട് പണമിടപാട് തർക്കത്തെ തുടർന്ന് സ്ത്രീക്ക് മർദ്ദനം. കടയ്ക്കൽ സ്വദേശി ജലീല ബീവിക്കാണ് മർദ്ദനമേറ്റത്. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സംസ്ഥാന സർക്കാർ പേരുമാറ്റി അവതരിപ്പിക്കുകയാണെന്ന ആരോപണവുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ MP. കേന്ദ്ര സർക്കാരിന്റെ സ്വസ്ഥ നാരി ശാശക്ത് പരിവാർ അഭിയാൻ സംസ്ഥാന സർക്കാർ പേരുമാറ്റി നടപ്പിലാക്കി. കാസർഗോഡ് ചെറുവത്തൂരിൽ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നത് സ്ത്രീ ക്ലിനിക്കുകളുടെ ജില്ലാതല ഉദ്ഘാടനം എന്ന പേരിലെന്നും MP. കണ്ണൂർ വിമാനത്താവള റൺവേ വികസനത്തിനുള്ള ഭൂമി ഏറ്റെടുക്കൽ വൈകുന്നതോടെ തീരാദുരിതത്തിലായിരിക്കുന്നു ഒരു കുടുംബം. സ്ഥലം വിട്ടു നൽകേണ്ട ഭൂ ഉടമയായ വൃക്ക രോഗി ജപ്തി ഭീഷണിയിൽ. കാനാട് സ്വദേശി നസീറയ്ക്കാണ് ദുരവസ്ഥ. ബലാത്സംഗ കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന നടൻ സിദ്ദിഖിന് വിദേശയാത്രയ്ക്ക് അനുമതി. തിരുവനന്തപുരം 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് അനുമതി നൽകിയത്. ഈ മാസം 19 മുതൽ അടുത്ത മാസം 18 വരെയാണ് അനുമതി. മലപ്പുറം നിലമ്പൂർ പാറേക്കാട് നഗറിൽ ആദിവാസി കുടുംബം സ്ഥലപരിമിതിയുള്ള വീട്ടിൽ കഴിയുന്നതിൽ സ്വമേധ്യാ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. അടിയന്തരമായി ഇടപെടണമെന്ന് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം. 15 ദിവസത്തിനകം ITDP പ്രോജക്ട് ഓഫീസർ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ CPM കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ചയായെന്ന് ജനറൽ സെക്രട്ടറി MA ബേബി. കേരളത്തിൽ തുടർഭരണമുണ്ടാകും, എന്നാൽ അമിത ആത്മവിശ്വാസം പാടില്ല. എങ്കിൽ കേരളത്തിൽ LDFന് ചരിത്രമുണ്ടാക്കാൻ കഴിയുമെന്നും MA ബേബി. വയനാട്ടിൽ MP പ്രിയങ്ക ഗാന്ധിയെ കാത്തിരുന്ന UDF നേതാക്കൾ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയി. MP എത്താൻ വൈകിയതിലും സുരക്ഷയുടെ ഭാഗമായി പോലീസിൽ നിന്നും നേരിട്ട മോശം അനുഭവമാണ് നേതാക്കളെ ചൊടിപ്പിച്ചത്. സുൽത്താൻ ബത്തേരി റെസ്റ്റ് ഹൌസിൽ ഇന്ന് ഉച്ചയോടെ നേതാക്കളെ കാണാൻ എത്തുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. മലപ്പുറം പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ വീണ്ടും പുലി. ഇന്ന് രാത്രി 9:15 പുലി എത്തിയത്. പുലിക്കായി വനംവകുപ്പ് സ്ഥാപിച്ച കൂടിനരികിലൂടെ പുലി നടന്നു പോവുകയായിരുന്നു. മലപ്പുറം വളാഞ്ചേരിയിൽ ദേശീയപാതയിൽ വാഹനത്തിൽ സാഹസിക യാത്ര നടത്തിയ യുവാക്കൾ. കാറിന്റെ സൺറൂഫ് തുറന്ന് എഴുന്നേറ്റ് നിന്നായിരുന്നു യാത്ര. കോട്ടയത്ത് ഗുഡ്സ് ട്രെയിനിന് മുകളിൽ കയറി ഷോക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. എറണാകുളം കുമ്പളം സ്വദേശി അദ്വൈതാണ് മരിച്ചത്. ഗുഡ്സ് ട്രെയിനിന് മുകളിലൂടെ പാളം മുറിച്ചു കിടക്കുമ്പോഴായിരുന്നു അപകടം. പത്തനംതിട്ട ഇലവുംതിട്ടയിൽ +1 വിദ്യാർത്ഥി മരിച്ച നിലയിൽ കണ്ടെത്തി. ഇലവുംതിട്ട സ്വദേശി ആതിരയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം.
മലപ്പുറം പരപ്പനങ്ങാടിയിൽ നിന്ന് മീൻ പിടിക്കാൻ പോയ വള്ളം അപകടത്തിൽപ്പെട്ടു. അപകടത്തിൽ ഒരാൾക്ക് ദാരുണാന്ത്യം. പരപ്പനങ്ങാടി ആലുങ്ങൽ ബീച്ച് സ്വദേശി സഹീറാണ് മരിച്ചത്. കൊല്ലം കടവൂരിൽ ട്രെയിലർ ശരീരത്തിലൂടെ കയറി യുവതിക്ക് ദാരുണാന്ത്യം. ശക്തികുളങ്ങര സ്വദേശി സജിതയാണ് മരിച്ചത്. ദേശീയപാതയുടെ പണിക്കെത്തിച്ച ട്രക്ക് ഇരുചക്രവാഹന യാത്രികരെ ഇടിക്കുകയായിരുന്നു. കൊല്ലത്ത് കന്യാസ്ത്രീയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മധുര സ്വദേശി മേരീസ് കൊളിസ്റ്റയാണ് മരിച്ചത്. ആത്മഹത്യയെന്ന് പ്രാഥമിക നിഗമനം. മലപ്പുറം തിരൂരങ്ങാടിയിൽ ലഹരിവേട്ട. 10.39 ഗ്രാം MDMA-യുമായി 2 പേരെ തിരൂരങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തു. വയനാട്ടിൽ കുടുംബകലഹത്തിനിടെ പോലീസും യുവാവും തമ്മിൽ സംഘർഷം. സാരമായി പരിക്കേറ്റ യുവാവിനെ മേപ്പാടി സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 പോലീസുകാർക്കും പരിക്ക്. കോഴിക്കോട് വിലങ്ങാട് മലയോര മേഖലയിൽ തേങ്ങാ മോഷണം വ്യാപകം. പച്ചത്തേങ്ങ വില കുത്തനെ വർദ്ധിച്ചതോടെയാണ് കർഷകർക്ക് തിരിച്ചടിയായി തേങ്ങാ മോഷണവും പതിവായിരിക്കുന്നത്. ഷെയർ ട്രേഡിംഗ് വഴി തൃപ്പൂണിത്തുറ സ്വദേശിയിൽ നിന്ന് 1 കോടിയിലേറെ രൂപ തട്ടിയ പ്രതികൾ കൊച്ചിയിൽ പിടിയിൽ. തൊടുപുഴ സ്വദേശി യാസിൻ, കൂട്ടാളി ആദിൽ എന്നിവരാണ് പിടിയിലായത്. തിരുവനന്തപുരം പേരൂർക്കട SAP ക്യാമ്പിൽ പോലീസ് ട്രെയിനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ക്യാമ്പിലെ ശുചിമുറിയിൽ 2 കൈയിലെയും ഞരമ്പ് മുറിച്ചു നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കോഴിക്കോട് പെരുവണ്ണാമുഴിയിൽ വയോധികയെ ആക്രമിച്ച് സ്വർണ്ണമാല കവർന്ന യുവാവ് പിടിയിൽ. പെരുവണ്ണാമുഴി സ്വദേശി മേമണ്ണിൽ ജെയ്സനാണ് പിടിയിലായത്. കൊട്ടാരക്കര പുലമണ്ണിൽ നിയന്ത്രണം വിട്ട ലോറി ആശുപത്രിയിലേക്ക് ഇടിച്ചു കയറി. ആശുപത്രിയുടെ മതിലും ഗേറ്റും തകർന്നു. ഡ്രൈവർക്ക് പരിക്ക്. മലപ്പുറം വഴിക്കടവ് ചെക്ക് പോസ്റ്റിൽ കഞ്ചാവ് മിഠായികളുമായി 2 പേർ അറസ്റ്റിൽ. ഗുഡലൂർ സ്വദേശികളായ അധികാരി വയൽ വീട്ടിൽ ജിഷാന്ത്, മുഹമ്മദ് കാസിം എന്നിവരാണ് പിടിയിലായത്. കൊല്ലത്ത് ഇടിമിന്നലേറ്റ് വീടുകൾക്ക് നാശനഷ്ടം. വെട്ടിക്കവല ഉള്ളിയനാട് ഈസ്റ്റിൽ 3 വീടുകൾക്ക് കേടുപാട് പറ്റി. വയനാട് ചീരാളിൽ വീട്ടുവളപ്പിൽ കരടിയെത്തി. പട്ടംചിറ വിശ്വനാഥന്റെ വീട്ടുവളപ്പിലാണ് കരടിയെത്തിയത്. മലപ്പുറം കാവുങ്ങലിൽ ബസ്സുകളും കാറുകളും കൂട്ടിയിടിച്ച് അപകടം. കാവുങ്ങൽ ബസ് സ്റ്റോപ്പിന് സമീപം നിർത്തിയിട്ട സ്വകാര്യ ബസ്സിന് പിറകിലായി വന്ന വാഹനങ്ങൾ ഇടിക്കുകയായിരുന്നു. കണ്ണൂർ പെരളശ്ശേരിയിൽ ആംബുലൻസ് കാറിലിടിച്ച് അപകടം. രോഗി ഉൾപ്പെടെ 4 പേർക്ക് പരിക്ക്. ആംബുലൻസ് നിയന്ത്രണം വിട്ട് റോഡരികിലെ കാറിൽ ഇടിക്കുകയായിരുന്നു. PS പ്രദീപ് രചിച്ച ആത്മശിഖരങ്ങൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ അടൂർ ഗോപാലകൃഷ്ണൻ കേരള സ്റ്റേറ്റ് ബുക്ക് മാർക്ക് സെക്രട്ടറി എബ്രഹാം മാത്യുവിന് നൽകിയാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. സംസ്ഥാനത്തെ വായുസേനയിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥരുടെ സംഘടനയായ എയർ വെറ്ററൻസ് അസോസിയേഷന്റെ ആദ്യ വാർഷിക സംസ്ഥാന സമ്മേളനവും ഓണാഘോഷ പരിപാടിയും മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന അധ്യക്ഷൻ വേണു വടക്കിടത്ത് അധ്യക്ഷനായി. വിവിധ ജില്ലകളിൽ നിന്നുള്ള 1000-ലേറെ സൈനികരും അവരുടെ കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. വ്യക്തിഗത നേട്ടങ്ങൾ കൈവരിച്ച വിമുക്ത ഭടന്മാരെയും കുട്ടികളെയും ചടങ്ങിൽ ആദരിച്ചു. ക്യാമ്പസുകളിലെ സർഗാത്മകതയെ ഇല്ലായ്മ ചെയ്യുന്ന ലഹരിക്കെതിരെ ചുമചിത്രമൊരുക്കി പൈനൂർ കോളേജ് NSS യൂണിറ്റ് 11. NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലുള്ള കേരളത്തിലെ തന്നെ ആദ്യ ആന്റി ഡ്രഗ് വാൾ കൂടിയാണ് പൈനൂർ കോളേജിൽ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഇന്റർനാഷണൽ വർക്ക്ഷോപ്പ് ഓൺ എനർജി മെറ്റീരിയൽസിന് ക്വിസാറ്റിൽ തുടക്കമായി. പ്രൊഫസർ മാറ്റ്സ് ആൻഡേഴ്സൺ ഉദ്ഘാടനം ചെയ്തു. സർവകലാശാല രജിസ്ട്രാർ പ്രൊഫസർ ഡോക്ടർ അരുൺ AU അധ്യക്ഷനായി. നോക്കാം പ്രധാന അറിയിപ്പുകൾ. ചെങ്ങന്നൂർ ഗവൺമെന്റ് വനിതാ ITAയിൽ വിവിധ ട്രേഡുകളിലേക്ക് സീറ്റൊഴിവ്. അഭിമുഖം ഈ മാസം 30-ന്. ആലപ്പുഴ ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, റേഡിയോ ഡയഗ്നോസിസ് തസ്തികകളിലേക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 23-ന്. ഹരിപ്പാട് ഗവൺമെന്റ് ITAയിൽ NVT അംഗീകാരമുള്ള ദ്വിവത്സര കോഴ്സായ സർവേയർ ട്രേഡിലേക്ക് സീറ്റ് ഒഴിവ്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 30. കോട്ടയം MD സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫിസിക്സ് ഗസ്റ്റ് അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 24-ന്. പത്തനംതിട്ട ഏനാദിമംഗലം പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യത്തിലേക്ക് ക്ലർക്കിനെ നിയമിക്കുന്നു. അടിസ്ഥാന യോഗ്യത +2. അഭിമുഖം ഈ മാസം 20-ന്. കളമശ്ശേരി ഗവൺമെന്റ് വനിതാ ITAയിൽ റെഗുലർ കോഴ്സുകളിലേക്ക് സീറ്റൊഴിവ്. അഭിമുഖം ഈ മാസം 20-ന്. ദേശീയ വാർത്തകൾ.
ഓപ്പറേഷൻ സിന്ദൂറിൽ ജെയ്ഷെ മുഹമ്മദ് കമാൻഡറുടെ കുടുംബം കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണം. ആദ്യമായാണ് മസൂദ് അസറിന്റെ കുടുംബം കൊല്ലപ്പെട്ടെന്ന് ജെയ്ഷെ മുഹമ്മദ് സമ്മതിക്കുന്നത്. ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ മസൂദ് ഇല്യാസ് കശ്മീരിയുടെ വീഡിയോയാണ് പുറത്തുവന്നത്. വിവിധ ട്രൈബ്യൂണലുകളിൽ ജുഡീഷ്യൽ അംഗങ്ങളായി നിയമിക്കപ്പെടുന്ന വിരമിച്ച ജഡ്ജിമാർക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് സുപ്രീം കോടതി കേന്ദ്രത്തോട് വാക്കാലാണ് ഇതാവശ്യപ്പെട്ടത്. ഒഡീഷയിൽ കാൽ തൊട്ട് വന്ദിക്കാത്തതിന് വിദ്യാർത്ഥികളെ മർദ്ദിച്ച സർക്കാർ സ്കൂൾ അധ്യാപികയെ സസ്പെൻഡ് ചെയ്തു. രാവിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾ കാൽ തൊട്ട് വന്ദിക്കണം എന്നായിരുന്നു ടീച്ചറുടെ നിർദ്ദേശം. ഈ നിർദ്ദേശം അനുസരിക്കാതെ ക്ലാസ്സിൽ കയറിയതിനാണ് 31 വിദ്യാർത്ഥികളെ മർദ്ദിച്ചത്. ഓൺലൈൻ ബെറ്റിംഗ് ആപ്പ് പ്രൊമോഷനിൽ ഇന്ത്യൻ മുൻ ക്രിക്കറ്റേഴ്സായ യുവരാജ് സിംഗ്, റോബിൻ ഉത്തപ്പ, സിനിമാ താരം സോനു സൂദ് എന്നിവർക്ക് ഇഡി സമൻസ്. ഈ മാസം ഡൽഹിയിലെ ഇഡി ഓഫീസിൽ ഹാജരാകാൻ നോട്ടീസ്. ഉത്തരാഖണ്ഡിലെ മേഘവിസ്ഫോടനത്തിൽ ദുരിതബാധിതരായവരെ സഹായിക്കാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുവെന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി. എല്ലാ വകുപ്പുകളും യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നുവെന്നും പുഷ്കർ സിംഗ് ധാമി വ്യക്തമാക്കി. ഒഡീഷയിലെ പുരിയിൽ 19-കാരിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി. 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആൺ സുഹൃത്തിന് മുന്നിൽ വെച്ചാണ് വിദ്യാർത്ഥിനിയെ ബലാത്സംഗത്തിന് ഇരയാക്കിയത്. ഹിമാചൽ പ്രദേശിലെ മാണ്ടിയിൽ മണ്ണിടിച്ചിലിൽ 3 പേർ മരിച്ചു. ഷിംലയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് നിരവധി വാഹനങ്ങൾ കുടുങ്ങി. ഉത്തരാഖണ്ഡിൽ കനത്ത മഴയെ തുടർന്ന് ഡെറാഡൂൺ ഹരിദ്വാർ ദേശീയപാതയിലെ പാലം തകർന്നു. ഹരിയാനയിൽ മദ്യലഹരിയിൽ പോലീസുകാരൻ പ്രായപൂർത്തിയാകാത്ത 2 സഹോദരങ്ങളെ കാറിടിച്ചു കൊലപ്പെടുത്തി. ഒരാൾക്ക് ഗുരുതര പരുക്ക്. ഡൽഹി സർവകലാശാലയിൽ വീണ്ടും വിദ്യാർത്ഥി സംഘർഷം. NSUI ABVP പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. കിരോഡി മാൽ കോളേജിലാണ് സംഭവം. വിശാഖപട്ടണം ഗാന്ധിധാം എക്സ്പ്രസിൽ പരസ്യമായി പുകവലി. ട്രെയിനിലെ AC കോച്ചിൽ വനിതാ യാത്രക്കാരിയാണ് പുകവലിച്ചത്. മറ്റ് യാത്രക്കാർ ഇത് ചോദ്യം ചെയ്തപ്പോൾ യുവതി ക്ഷുഭിതയായി. മാസപ്പടി കേസിലെ ഹർജികൾ പരിഗണിക്കുന്നത് ഡൽഹി ഹൈക്കോടതി വീണ്ടും മാറ്റി. അടുത്ത മാസം 28, 29 തീയതികളിലാകും ഹർജി പരിഗണിക്കുക. രാജ്യാന്തര വാർത്ത. ഇന്ത്യ പാക് വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം തള്ളി പാകിസ്ഥാൻ. വെടിനിർത്തൽ ചർച്ചകളിൽ അമേരിക്കയെ പങ്കെടുപ്പിക്കാൻ ഇന്ത്യ സമ്മതിച്ചില്ലെന്ന് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദർ പറഞ്ഞു. ഇസ്രായേൽ കരയാക്രമണം ആരംഭിച്ചതോടെ വടക്കൻ ഗസയിൽ നിന്ന് കൂട്ടപലായനം. തെക്കൻ ഗസയിലേക്കാണ് പലായനം. നിരവധി കുടുംബങ്ങൾ നിരത്തിൽ കുടുങ്ങിക്കിടക്കുന്നു. ആക്രമിച്ചാൽ അമേരിക്കയ്ക്കെതിരെ സായുധ പോരാട്ടത്തിന് തയ്യാറാകുമെന്ന് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മെഡ്യൂറോ. പ്രതിരോധത്തിനായി 25 ലക്ഷം സൈനികരെ വിന്യസിക്കും. അധിനിവേശത്തിനായി അമേരിക്ക സൈനിക സംഘർഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്നും മെഡ്യൂറോയുടെ ആരോപണം. സപ്പോരിജിയ നഗരത്തിൽ റഷ്യൻ ആക്രമണത്തിൽ 13 പേർക്ക് പരിക്ക്. യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി യൂറോപ്യൻ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് ആഹ്വാനം ചെയ്തു. അമേരിക്കൻ ദിനപത്രമായ ന്യൂയോർക്ക് ടൈംസിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുത്ത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. $15 ബില്യൺ മാനനഷ്ട കേസ് ഫയൽ ചെയ്തത്. നടനും സംവിധായകനും ഓസ്കർ ജേതാവുമായ റോബർട്ട് റെഡ്ഫോർഡ് അന്തരിച്ചു. 89 വയസ്സായിരുന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ 2 ദിവസം മാറ്റമില്ലാതെ തുടർന്ന ശേഷം പവന് ഇന്ന് 640 രൂപയും ഗ്രാമിന് 80 രൂപയുമാണ് കൂടിയത്. US ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഉയർന്നു. 8 പൈസയാണ് ഉയർന്നത്. ഇന്ത്യയിൽ നിർമ്മിച്ച മാരുതി വിറ്റാര അടുത്ത വർഷം ജപ്പാനിൽ പുറത്തിറക്കും. ഗുജറാത്തിലെ പ്ലാന്റിൽ നിർമ്മിച്ച വാഹനമാണ് ജപ്പാനിൽ പുറത്തിറക്കുക. സൈബർ സുരക്ഷാ ഭീഷണിയെ തുടർന്ന് JLR ഉൽപാദനം നിർത്തിവെച്ചത് ഒരാഴ്ച കൂടി നീട്ടി. ഈ മാസം 24 വരെ ഉൽപാദനം നിർത്തിവെച്ചതായി കമ്പനി അറിയിച്ചു. വിപണി മൂല്യത്തിൽ ടാറ്റ ഗ്രൂപ്പിലെ 2 കമ്പനികളെ മറികടന്ന് എറ്റേണൽ. കമ്പനിയുടെ വിപണി മൂല്യം 3.13 ലക്ഷം കോടി രൂപയായി. സ്പോർട്സ് ന്യൂസ് 24 എക്സ്ക്ലൂസീവ്. കേരളത്തിന്റെ സ്വന്തം ഫുട്ബോൾ ക്ലബ്ബായ ബ്ലാസ്റ്റേഴ്സ് വിൽപ്പനയ്ക്ക്. 100% ഓഹരികളും വിൽക്കാൻ ഉടമകളായ മാഗ്നം സ്പോർട്സ്. ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ. രാഹുൽ ഗാന്ധിയെ പ്രകീർത്തിച്ച് മുൻ പാക് ക്രിക്കറ്റ് താരം ഷാഹിദ് അഫ്രീദി. ഇന്ത്യയിലെ നിലവിലെ സർക്കാർ മതവും മുസ്ലിം ഹിന്ദു കാർഡും കളിക്കുകയാണെന്നും ഇത് മോശപ്പെട്ട മാനസികാവസ്ഥയാണെന്നും അഫ്രീദി. രാഹുൽ ഗാന്ധിയുടേത് പോസിറ്റീവ് മാനസികാവസ്ഥയാണെന്നും അഫ്രീദി.
ഓൾ കേരള പബ്ലിഷേഴ്സ് എംപ്ലോയീസ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ആവേശകരമായ മത്സരത്തിൽ ക്വീലോൺ തണ്ടേഴ്സ് ജേതാക്കളായി. കോട്ടയം റോയൽ വാരിയേഴ്സ് ആണ് റണ്ണറപ്പ്. തിരുവനന്തപുരം LNCP കോളേജ് ഗ്രൗണ്ടിൽ നടന്ന ടൂർണമെന്റ് മുൻ ICC മാച്ച് റഫറി P. രംഗനാഥൻ ഉദ്ഘാടനം ചെയ്തു. കാണാം കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. ബേസിൽ ജോസഫിന് നിർമ്മാണ കമ്പനിയുടെ പേര് പുറത്ത്. ബേസിൽ ജോസഫ് എന്റർടൈൻമെന്റ്സ് എന്നാണ് നിർമ്മാണ കമ്പനിക്ക് നൽകിയിരിക്കുന്ന പേര്. ഡോക്ടർ അനന്തുവും ബേസിലും ചേർന്നാണ് ആദ്യ സിനിമ നിർമ്മിക്കുക. ഫാക്ട് ചെക്ക്. ജപ്പാനിൽ നടന്ന പലസ്തീൻ അനുകൂല പ്രതിഷേധത്തിൽ 7 ദശലക്ഷം ആളുകൾ പങ്കെടുത്തു എന്ന തരത്തിൽ ചിത്രം പ്രചരിക്കുന്ന ചിത്രം AI നിർമ്മിതമാണ്. നാളെ അറിയാൻ. കൊല്ലം കരിക്കം ഗവൺമെന്റ് LPSൽ അധ്യാപക ഒഴിവ്. അഭിമുഖം നാളെ. കൊല്ലം ചാത്തന്നൂരിൽ റോയൽ ഹെൽത്ത് കെയറിൽ സൗജന്യ സർജറി ക്യാമ്പ് നടക്കും. ക്യാമ്പ് നടക്കുക നാളെ. കോട്ടയം ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ജൂനിയർ അറബിക് അധ്യാപക ഒഴിവ്. അഭിമുഖം നാളെ നടക്കും. പാലക്കാട് കൊടുവായൂർ ഗവൺമെന്റ് സ്കൂളിൽ അധ്യാപക ഒഴിവുണ്ട്. ഒഴിവ് ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ് വിഷയങ്ങളിലേക്കാണ്. അഭിമുഖം നാളെ. ആലുവ എടത്തല ഗവൺമെന്റ് ഹൈസ്കൂളിൽ അറ്റൻഡർ ഒഴിവ്. അഭിമുഖം നാളെ. ഇപ്പോൾ കിട്ടിയത്. കാസർഗോഡ് തൊഴിലാളികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 2 പേർക്ക് കുത്തേറ്റു. ദേശീയപാത നിർമ്മാണ കമ്പനിയായ മേഘ കൺസ്ട്രക്ഷൻസിന്റെ മൈലാട്ടിയിലെ ലേബർ ക്യാമ്പിലാണ് സംഭവം. കർണാടകയിൽ വൻ ബാങ്ക് കൊള്ള. വിജയപുര ജില്ലയിലെ SBI ശാഖയിലാണ് കവർച്ച നടന്നത്. 8 കോടി രൂപയും 50 പവൻ സ്വർണവുമാണ് കൊള്ളയടിക്കപ്പെട്ടത്. മാനേജരെയും ജീവനക്കാരെയും കെട്ടിട്ട ശേഷമാണ് മുഖംമൂടി ധരിച്ചെത്തിയ 5 സംഘം കവർച്ച നടത്തിയത്. ന്യൂസ് പൂർത്തിയായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.